യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ എന്താണ് പഠിച്ചത്? എല്ലാവരും പറഞ്ഞോളോ. ഫസ്റ്റ് നമ്മൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ് പഠിച്ചത്? നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണെന്നാണ് നമ്മൾ പഠിച്ചത്. നമ്പേഴ്സ് ഭയങ്കര റെലവെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നമ്പേഴ്സ് ഒരു സാധനത്തിന് ഒരു ക്വാണ്ടിറ്റീനെ എക്സ്പ്രസ് ചെയ്യാൻ, ഒരു അളവിനെ കാണിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെ നമ്മളൊരു അളവായിട്ട് കാണിക്കാൻ, ഒരു നമ്പർ ആയിട്ട് കാണിക്കാൻ, ഇതൊക്കെ നമുക്ക് നമ്പേഴ്സ് വേണം. അത് പറഞ്ഞിട്ടല്ലേ നമ്മൾ തുടങ്ങിയത് നമ്പേഴ്സിന്റെ കാര്യം അല്ലെ. അപ്പൊ വേഗം എല്ലാവരും ഉടനെ നല്ല ഉഷാറായിട്ട് ആൻസേഴ്സ് പറയണം കേട്ടോ. എന്തായിരുന്നു നമ്പർ എന്ന് പറയുന്ന കൺസെപ്റ്റ്? നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റീനെ, ഒരു അളവിനെ കാണിക്കാൻ, ഒരു മൂല്യത്തെ കാണിക്കാൻ, വാല്യൂ. പിന്നെ നമ്പേഴ്സുകളെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെ. ഇതിനൊക്കെയല്ലേ നമ്മൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലാസ്. എന്തിനാണ് നമ്പേഴ്സ് എന്ന് പറയുന്നതിന്റെ റെലവൻസ് എന്താണ്? പിന്നെ നമുക്ക് കൗണ്ട് ചെയ്യാൻ, നമ്മൾ LKG മുതൽ അല്ലെങ്കിൽ അതിൽ താഴെ മുതലും പഠിക്കുന്ന സാധനങ്ങളാണ് കൗണ്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾക്കിപ്പോ നമ്പേഴ്സ് എന്താ ഇതെന്താന്ന് ഒന്നും അറിയണതിന് മുന്നേ നമ്മൾ ചെറുതേ ആയിരുന്നപ്പോ തൊട്ട് നമ്മൾ 1, 2 എന്നൊക്കെ എഴുതി പഠിച്ചിരുന്നില്ലേ, പറഞ്ഞു പഠിച്ചിരുന്നില്ലേ? അപ്പൊ ആ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്നതിന് മുന്നേ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ് നമ്പേഴ്സ്. റൈറ്റ്. അപ്പൊ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പേരിടണം. ഇഷാൻവി ജയേഷ് ഇന്നത്തെ പുതിയ ആളാന്ന് തോന്നുന്നു. ഞാൻ ഇനി ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജസ് എന്തെങ്കിലും ഞാൻ വിട്ടുപോകുന്നുണ്ടെങ്കിൽ, കാരണം എനിക്ക് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ 1-2 മെസ്സേജ് ഒക്കെ ഒന്ന് വിട്ടുപോയിന്ന് വരും. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, റൈറ്റ്. യെസ്, ഹൃദിക് വേറെ നമ്പറിൽ നിന്നാണോ, വേറെ മെയിൽ ഐ ഡി നിന്നാണോ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്? നമ്മുടെ പഴയ ഹൃദിക് തന്നെയല്ലേ? യെസ്. അപ്പൊ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് പറയുന്നുണ്ട്. ആദിദേവ് പറഞ്ഞു, പിന്നെ ആരൊക്കെ പറയുന്നത്? രാധുല് പറയുന്നുണ്ട്, ശ്രീനന്ദ പറയുന്നുണ്ട്. എല്ലാവരും എന്താ പറയുന്നത്? എന്തൊക്കെയാ പറയുന്നത്? റിയൽ നമ്പർ പഠിച്ചു മിസ്സേ, നാച്ചുറൽ നമ്പർ പഠിച്ചു, പിന്നെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ പഠിച്ചു. ഇതൊക്കെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നമ്പേഴ്സിന്റെ ഇതിൽ ആദ്യം പഠിച്ചത്. അപ്പോ ഈ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയത് പിന്നെ എന്തുട്ടായിരുന്നു? നമ്മുടെ റിയൽ നമ്പർ, നാച്ചുറൽ നമ്പർ, ആ ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, വേഗം എല്ലാവരും ഉത്തരം പറയണം കേട്ടോ. 0 ഒരു നാച്ചുറൽ നമ്പർ ആണോ? യെസ് ഓർ നോ? വേഗം നമ്മുടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വേഗം കമന്റ് ഇട്ടോളാം. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത്. 0 ഒരു നാച്ചുറൽ നമ്പർ ആണോ? ഈസ് 0 എ നാച്ചുറൽ നമ്പർ? വേഗം പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. നമ്മുടെ എല്ലാവരും ഉണ്ടായിരുന്നതല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ? ഈസ് 0 എ നാച്ചുറൽ നമ്പർ? 0 ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ ആണോ? 0 ഒരു എണ്ണൽ സംഖ്യ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കുറച്ച് പേരൊക്കെ ആൻസർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പറയട്ടെ, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? 0 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യയാണ് എന്ന് തോന്നുന്നവർ യെസ് കൊടുക്കുക, അല്ലാത്തവരൊക്കെ നോ എന്ന് കൊടുക്കുക. നോക്കൂ. ഓക്കെ, അപ്പൊ കുറെ പേരൊക്കെ നോ 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 എന്ന് പറയുന്നുണ്ട്, കുറെ പേരൊക്കെ യെസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ നോ പറഞ്ഞ ആൾക്കാരോടാണ് എന്റെ അടുത്ത ചോദ്യം. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ഏതാണ്? എവിടം തൊട്ടാണ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതെ, ഓൾമോസ്റ്റ് എല്ലാവരും നോ ആണ് പറയുന്നത്. കുറച്ച് പേരൊക്കെ യെസ് പറയുന്നുണ്ട്. അപ്പോ യെസ് പറയുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു അന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഒരു സാധനത്തിന് എണ്ണി തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എണ്ണി തുടങ്ങാം? 0 തൊട്ട് നമ്മൾ എണ്ണി തുടങ്ങുമോ? നമ്മുടെ മുമ്പിൽ കുറെ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു കുന്ന് മിഠായി കൂട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ എങ്ങനെ എണ്ണി തുടങ്ങാ? 1, 2, 3 അങ്ങനെയല്ലേ എണ്ണ? നമ്മൾ 0, 1, 2 അങ്ങനെ എണ്ണോ? ഇല്ല. അപ്പൊ എണ്ണുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ അതെങ്ങനെയാ 0 നാച്ചുറൽ നമ്പർ ആവുക? മനസ്സിലായോ? അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. 1-2 പേർക്കൊക്കെയാണ് തെറ്റ് പറ്റിയിട്ടുള്ളത്. അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി.
നമ്മൾ ഒരു കുന്ന സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ കൂട്ടിയിട്ടിട്ട് എണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് എണ്ണി തുടങ്ങാം? 1 2 3 4 അങ്ങനെയല്ലേ എണ്ണ? എണ്ണൽ സംഖ്യകൾ. അപ്പോൾ 0 തൊട്ട് നമ്മൾ ഒരിക്കലും എണ്ണുന്നില്ല. അതുകൊണ്ട് 0 ഒരു നാച്ചുറൽ നമ്പർ അല്ല. ഓക്കെ, 0 എന്താണ്? അത് നമുക്ക് അടുത്തതിൽ പറയാം. ഇപ്പോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഹൃദിക്, ആദിദേവ്, ശ്രീനന്ദ, യെസ്, എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അതാ കറക്റ്റ് ആണ്. 1 2 3 4 എന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ. മനസ്സിലായോ? അപ്പൊ 0 ഒരു എണ്ണൽ സംഖ്യ അല്ല, നാച്ചുറൽ നമ്പർ അല്ല. ഇനി 0യും കൂടി ഉൾപ്പെടുന്ന ആ സിസ്റ്റത്തിന് 0 1 2 3 4 5 6 0യും കൂടി ഉൾപ്പെട്ടാൽ അതിനെ എന്ത് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്? 0യും കൂടി അടങ്ങുന്ന ആ മൊത്തം കൂട്ടത്തെ നമ്മൾ എന്താണ് പേര് പറയുന്നത്? വെരി ഗുഡ് ആദിദേവ്, ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. എന്താണ് പേര് പറയുന്നത്? എല്ലാവരും പറഞ്ഞ വേഗം. കുഴപ്പമില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മളെ മിസ്സായ ആൾക്കാരൊക്കെ കൺസിഡർ ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇന്നത്തെ ക്ലാസ് വെച്ചിട്ടുള്ളത്. അപ്പൊ ആരും പേടിക്കണ്ട. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 0യും കൂടി ഉൾപ്പെടുന്ന 0 1 2 3 4 5 6 ആ ഒരു നമ്പേഴ്സിന്റെ കൂട്ടത്തിനെ എന്താണ് നമ്മൾ പേര് പറയുന്നത്? മലയാളം മീഡിയംകാർ മലയാളത്തിൽ പറഞ്ഞോളൂ, ഇംഗ്ലീഷ് മീഡിയംകാർ ഇംഗ്ലീഷിൽ പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറഞ്ഞോളൂ. യെസ്, കറക്റ്റ്. യെസ്, അപ്പൊ ആദിദേവ് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഹൃദിക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. നിങ്ങൾ 1 2 3 4 എന്ന് നേരത്തെ പറഞ്ഞത് എല്ലാവരും പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഞാൻ ഓരോരുത്തരുടെ പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. 1 2 3 4 നമ്മൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും ഒക്കെ നേരത്തെ വന്നവരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. യെസ്, അനുശ്രീ, ലക്ഷ്യ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. യെസ്, ഹോൾ നമ്പർ, ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. 0യും കൂടി വരുമ്പോ 0 1 2 3 4 5 6 എന്ന് തുടങ്ങുന്ന ആ ഒരു നമ്പർ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്, അല്ലെ? യെസ്, അപ്പൊ അതെല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. ഹോൾ നമ്പർ. യെസ്, അവിനാഷ് എന്ന് പേരുള്ളത് ആരാണ്? എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്? നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീണ്ടും പറയുന്നത്. അപ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 മുതലുള്ള സംഖ്യകളാണ്. 1 2 3 4 തൊട്ട് ഇൻഫിനിറ്റി. എണ്ണൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഉണ്ടാവും, അല്ലെ? നമുക്ക് ലക്ഷം വരെ എണ്ണാം, 10 ലക്ഷം വരെ എണ്ണാം, കോടി വരെ എണ്ണാം. അതുകൊണ്ട് ഇത് ചെന്ന് ഇവിടെയാണ് അവസാനിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. എണ്ണൽ സംഖ്യകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ എണ്ണൽ സംഖ്യകളുടെ കൂടെ 0 കൂടി വന്നാൽ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹോൾ നമ്പർ. യെസ്, എല്ലാവരും നല്ല കുട്ടികളായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ആൻഡ് ഹായ് ഒക്കെ അയക്കുന്നുണ്ട് എല്ലാവരും. പേരും കൂടി ഒന്ന് ഇടുക കേട്ടോ. ഹോൾ നമ്പർ എന്ന് പറയുന്നത്, അപ്പൊ ഹോൾ നമ്പർ എവിടെ നിന്ന് തുടങ്ങുന്നത്? 0 1 2 3 4 പിന്നെ അത് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഹോൾ നമ്പറും പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു? നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യകളും പഠിച്ചു. ഇനി മൈനസും കൂടി നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ -1 -2 -3 0 1 2 3 4 അങ്ങനെ മൈനസും കൂടി നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിനെ എന്താണ് പറയുന്നത്? നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും 0യും മൊത്തത്തിലുള്ള ആ ഒരു ഗ്രൂപ്പിനെ പറയുന്ന പേരെന്താണ്? യെസ് യെസ് യെസ്, ഇഷാൻവി, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നെയിം. പുതിയ ആൾക്കാരുടെയൊക്കെ നെയിം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ ഞാൻ ചോദിച്ചത്? നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും 0യും മൊത്തത്തിൽ വരുന്ന ആ ഒരു ഗ്രൂപ്പിന്റെ നമ്മൾ എന്താണ് പേര് പറയുന്നത്? എന്താണ് പേര് പറയുന്നത്? വേഗിട്ടോളോ. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ നല്ല കുട്ടികളല്ലേ, നിങ്ങൾ നല്ല മക്കളായിട്ട് പഠിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതെന്തായാലും അറിയായിരിക്കുമല്ലോ. വേഗിട്ടോളോ. എന്താണ് അതിന്റെ പേര്? യെസ്, ശ്രീഭദ്ര. ഇറ്റ്സ് ഓക്കെ. കാരണം ശ്രീഭദ്ര എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്ലാസ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അതിന്റെ ഒരു ഇത് കിട്ടാത്തത്. അത് ഞാൻ അതുകൊണ്ടാണ് ഒന്നും കൂടെ പറയുന്നത്. റിയൽ നമ്പർ ആണോ അത്? ഞാൻ എന്ത് പറഞ്ഞില്ല? ഫ്രാക്ഷന്റെ കേസ് ഞാൻ പറഞ്ഞില്ലല്ലോ. ഫ്രാക്ഷൻ പെടുന്നില്ല. മൈനസും 0യും പോസിറ്റീവ് നമ്പേഴ്സും റിയൽ നമ്പർ ആണോ? റിയൽ നമ്പറിൽ അപ്പൊ ഫ്രാക്ഷൻ പെടുവോ ഇല്ലയോ എന്ന് തോന്നുന്നു നിങ്ങൾക്ക്? ഫ്രാക്ഷൻ എന്ന് പറയുന്ന സാധനം, അതായത് 2/3 5/4 6/8 അങ്ങനെ പറയുന്ന ഫ്രാക്ഷൻ പെടുവോ? അപ്പൊ ഈ പറഞ്ഞ മൈനസ് പ്ലസ് എന്ന് ഞാൻ പറഞ്ഞതില് ഞാൻ എന്താ പറഞ്ഞ? ശ്രദ്ധിച്ച് കേൾക്കാട്ടോ ചോദ്യം. നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും 0യും
ഒരുമിച്ച് വരുന്ന ആ ഒരു ഗ്രൂപ്പിനെ എന്താണ് പറയുന്നത്? ഫ്രാക്ഷൻ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഫ്രാക്ഷൻ ഉൾപ്പെടുന്നതല്ല, ഫ്രാക്ഷൻ ഇല്ലാത്ത മറ്റ് നമ്പേഴ്സിനെ എങ്ങനെയാണ് പറയുന്നത്? റിയൽ നമ്പർ അല്ല ട്ടോ, റിയൽ നമ്പർ അല്ല ആൻസർ, റിയൽ നമ്പർ അല്ല ട്ടോ ആൻസർ. എന്തായിരിക്കും? ഇപ്പൊ റിയൽ നമ്പർ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് നമ്പർ പഠിച്ചേക്കണത്? കുഴപ്പമില്ല, മിസ്സായവരൊക്കെ ശ്രദ്ധിച്ചിരിക്കൂ. റിയൽ നമ്പർ അല്ലാതെ മറ്റ് ഒരു നമ്പർ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതാണ്? നമ്മൾ എത്ര കാറ്റഗറി പഠിച്ചിട്ടുണ്ടായിരുന്നു? 6 എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു. നാച്ചുറൽ, യെസ് ആദിദേവ്, അതാണ് കറക്റ്റ് ആൻസർ. ഇൻഡിജേഴ്സ്, ഇൻഡിജേഴ്സ് അതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ എല്ലാവരും എന്താ റിയൽ നമ്പർ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇവിടെ തെറ്റിപ്പോയത്? നിങ്ങൾ നെഗറ്റീവും പോസിറ്റീവും സീറോയും കൂടി മാത്രം വരുന്നതിനെയാണ് റിയൽ നമ്പർ എന്ന് വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ അല്ല. യെസ്, ഇൻഡിജർ ആണ് കറക്റ്റ് ആൻസർ. റിയൽ നമ്പറിൽ എന്തും വരുന്നുണ്ട്, ഫ്രാക്ഷനും വരുന്നുണ്ട്. നമ്മൾ ഹരിക്കുന്ന രീതിയിൽ 2/3, 4/6 അങ്ങനെ എഴുതുന്ന ഫ്രാക്ഷനും പോയിന്റ് ഉള്ള സംഖ്യകളും ഒക്കെയും എന്തിൽ വരുന്നുണ്ട്? റിയൽ നമ്പറിൽ വരുന്നുണ്ട്. 2.45 എന്ന് പറയുന്ന ഒരു സംഖ്യ റിയൽ നമ്പർ ആണ്. പക്ഷെ അത് എന്തല്ല, നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ളതല്ല, അത് ഫ്രാക്ഷൻ വരുന്ന അല്ലെങ്കിൽ ഡെസിമൽ വരുന്ന സംഖ്യകളാണ് അല്ലെ. അങ്ങനത്തെ സംഖ്യകൾ നമുക്ക് എന്തിൽ പെടില്ല? ഞാൻ ഈ പറഞ്ഞ പോസിറ്റീവും നെഗറ്റീവും സീറോയും വരുന്ന ഇൻഡിജേഴ്സ് എന്ന നമ്പറിൽ പെടില്ല. ക്ലിയർ ആണല്ലോ? അപ്പോ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 തൊട്ടുള്ളത്, ആ 1 തൊട്ട് ഉള്ള സംഖ്യകളുടെ കൂടെ 0 കൂടി ചേർന്നാൽ ആ ഗ്രൂപ്പിനെ നമ്മൾ ഹോൾ നമ്പർ എന്ന് പറയും. ഇനി 0വും പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും കൂടി ഒരുമിച്ച് ചേരുന്ന ഗ്രൂപ്പ് ഇൻഡിജേഴ്സ് ആണ്. അപ്പൊ എന്താണ് ഇൻഡിജേഴ്സും റിയൽ നമ്പറും തമ്മിലുള്ള വ്യത്യാസം? റിയൽ നമ്പറിൽ പോയിന്റ് വരുന്ന സംഖ്യകളും കൂടി ഉൾപ്പെടുന്നുണ്ട്. 3.5, 4.5 എന്ന് പറയുന്ന സംഖ്യയും ഒരു റിയൽ നമ്പർ ആണ്. പക്ഷെ അത് ഇൻഡിജർ അല്ല. കാരണം അത് ഇൻഡിജർ എന്നുള്ളതിന്റെ മലയാളം എന്താ? പൂർണ്ണസംഖ്യകൾ. പൂർണ്ണസംഖ്യകൾ എന്നുള്ളതാണ് ഇൻഡിജർ എന്നുള്ളതിന്റെ മലയാളം. പോയിന്റ് വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമാണോ? അല്ല. അതുകൊണ്ട് അത് എന്താണ്? റിയലിൽ പെടുന്നതാണ്, ഇൻഡിജർ അല്ല. അപ്പൊ ക്ലിയർ ആയോ? എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ കാറ്റഗറൈസേഷൻ? നാച്ചുറൽ നമ്പേഴ്സ് എന്താന്ന് പറഞ്ഞു? 1 മുതലുള്ളത്. ഓക്കെ, ജുവാന പുതിയ ആൾക്കാരാന്ന് തോന്നുന്നു. ജുവാന, യെസ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 മുതലുള്ളത്. 0 മുതലാണെങ്കിൽ അതിനെ ഹോൾ നമ്പർ എന്ന് പറയുന്നു. 0വും പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും കൂടി ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ പൂർണ്ണ സംഖ്യകൾ എന്ന് പറയുന്നു. ഹോൾ നമ്പറിന്റെ മലയാളം അഖണ്ഡ സംഖ്യകൾ എന്നാണ്. ഇനി ഫ്രാക്ഷൻ വരുന്നത് 2/3 അല്ലെങ്കിൽ 4/6 എന്ന് പറയുന്ന ഫ്രാക്ഷണൽ നമ്പേഴ്സ്, P/Q ഹരിക്കുന്ന രീതിയിൽ എഴുതാൻ പറ്റുന്ന ഫ്രാക്ഷൻ വരുന്ന നമ്പേഴ്സിന്റെ കാറ്റഗറിനെ നമ്മൾ എന്താണ് പറയുന്നത്? ആ കാറ്റഗറിനെ പറയുന്നത് എന്താണ്? ആർക്കെങ്കിലും അറിയാമോ? ഇങ്ങനെ P/Q എന്ന് പറയുന്ന ഫോമിൽ വരുന്ന ഇങ്ങനത്തെ നമ്പേഴ്സിന്റെ പേരെന്താണ്? മലയാളത്തിലും ഇംഗ്ലീഷിലും എന്താണ് ഇതിന് പറയുന്നത്? ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ? P/Q വരുന്ന 2/3, 4/5, 6/8 എന്ന് പറയുന്ന ഫ്രാക്ഷൻ വരുന്ന സംഖ്യകളുടെ പേരെന്താണ്? എന്തായിരിക്കും? കുഴപ്പമില്ല, അറിയാത്തവർ നമുക്ക് പഠിക്കാം. റൈറ്റ്, യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. റേഷണൽ നമ്പേഴ്സ്. ആദിദേവാണ് വീണ്ടും ആൻസർ പറഞ്ഞിട്ടുള്ളത്. റേഷണൽ നമ്പേഴ്സ്, ഭിന്നകങ്ങൾ. ഹരിക്കുന്ന രൂപത്തിൽ ഒരു എണ്ണം ന്യൂമറേറ്ററും ഒരെണ്ണം ഡിനോമിനേറ്ററും, ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴെയുമായിട്ട് എഴുതുന്ന ആ നമ്പേഴ്സിന്റെ പേരാണ് റേഷണൽ നമ്പേഴ്സ്. റൈറ്റ് ശ്രീനന്ദ, അതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ എത്ര എണ്ണായി? നാച്ചുറൽ നമ്പർ പഠിച്ചു, ഹോൾ നമ്പർ പഠിച്ചു, ഇൻഡിജർ പഠിച്ചു, അതായത് പൂർണ്ണസംഖ്യകൾ പഠിച്ചു. അടുത്തത് ഇതാ റേഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഭിന്നകങ്ങൾ. അതായത് ഒരു ഫ്രാക്ഷൻ രൂപത്തിൽ P/Q, P ഒരു നമ്പർ ആയിരിക്കാം, Q ഒരു നമ്പർ ആയിരിക്കാം. ഭിന്നസംഖ്യ, യെസ്, ഭിന്നകങ്ങൾ. യെസ്, ജുവാന ഞാൻ വിളിച്ചല്ലോ. യെസ്, റേഷണൽ നമ്പർ, അതാണ് കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ? ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നത്. ഇനി ചില നമ്പേഴ്സിന് നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പറഞ്ഞിരുന്നെന്ന്? √2 എന്ന് പറയുന്ന ഈ നമ്പർ, √2, ഇതിന്റെ വാല്യൂ 1.44 സംതിങ് ഇങ്ങനെ എന്തോ ആണ് വാല്യൂ പോകുന്നത്.
ഇനി പൈയുടെ വാല്യൂ എത്രയാണ്? 3.14. ഇതിനെയൊന്നും നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ സാധിക്കില്ല. ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ സാധിക്കാത്ത നമ്പറുകൾ ഇപ്പൊ എന്താ പറയാ? ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ സാധിക്കാത്ത നമ്പറുകൾ എന്താ പറയുന്നത്? വേഗം പറഞ്ഞേ, വേഗം പറഞ്ഞോ. ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റാത്ത നമ്പറുകൾ എന്താ പറയുന്നത്? ഫ്രാക്ഷൻ ആയി എഴുതാൻ പറ്റുന്നതിനെ റേഷണൽ എന്ന് പറഞ്ഞു. റൈറ്റ്. ഇറേഷണൽ നമ്പേഴ്സ്. യെസ്, ദാറ്റ്സ് കറക്റ്റ് ആദിദേവ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പോ എണ്ണൽ സംഖ്യകൾ, 1 മുതലുള്ള സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ്. 1 തൊട്ടുള്ള നമ്മൾ 0 തൊട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ. ഇനി പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും 0യും കൂടി മൊത്തം ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് ഇൻഡിജേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ. ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുന്ന സംഖ്യകൾ അല്ലെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുമായി 2 മുകളിലും താഴെയും എഴുതുന്ന ഹരിക്കുന്ന രൂപത്തിൽ എഴുതുന്ന സംഖ്യകളാണ് ഭിന്നകങ്ങൾ അല്ലെങ്കിൽ റേഷണൽ നമ്പേഴ്സ്. ഇനി ചില നമ്പേഴ്സിനെ ഇപ്പൊ ഞാൻ ഉദാഹരണം കാണിച്ചു തന്നിട്ടുള്ള പൈയുടെ വാല്യൂ, √2ന്റെ വാല്യൂ, ഇങ്ങനത്തെ നമ്പേഴ്സിനെ ഒന്നും നമുക്ക് ഏതെങ്കിലും 2 നമ്പറിന്റെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ല. ഏതൊക്കെ 2 നമ്പർ നമ്മൾ എടുത്ത് ഹരിച്ചാലും നമുക്ക് ഇങ്ങനത്തെ ഒരു വാല്യൂ 3.14 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടില്ല. അങ്ങനത്തെ നമ്പറാണ് ഇറേഷണൽ, അഭിന്നകങ്ങൾ. ഓക്കെ, സോ അത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ പറഞ്ഞതെല്ലാം ഉൾപ്പെടുന്ന നമ്പറാണ് റിയൽ നമ്പർ. നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറും ഇൻഡിജറും റേഷണലും ഇറേഷണലും അങ്ങനെ എല്ലാ നമ്പറുകളും ഉൾപ്പെടുന്ന നമ്പർ സിസ്റ്റം ആണ് റിയൽ നമ്പർ. മനസ്സിലായോ? അപ്പൊ ഈ റിയൽ നമ്പറിനെ വേണം നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ. റിയൽ നമ്പറിനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അതിൽ നാച്ചുറൽ നമ്പർ ഉണ്ട്, ഹോൾ നമ്പർ ഉണ്ട്, ഇൻഡിജർ ഉണ്ട്, റേഷണൽ നമ്പർ ഉണ്ട്, ഇറേഷണൽ നമ്പർ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്ന മൊത്തം ആ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. അപ്പൊ ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? അപ്പൊ അത്രയാണ് നമ്മുടെ നമ്പേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ ഇനി ഇതിൽ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നില്ല അന്ന് ഇരുന്ന ആൾക്കാർക്കൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. എല്ലാവരും റേഷൻ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. ശ്രീനന്ദ, അനിക, യെസ്, ഹൃദിക് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അടുത്ത ആദിദേവ് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. റേഷണൽ നമ്പേഴ്സ് എല്ലാവരും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് വന്ന ആൾക്കാർ വരെ കൊടുത്തിട്ടുണ്ട്. അനുശ്രീ, സേറ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിന്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് പോയി കാണാം. അതിൽ നമ്മൾ ഏകദേശം ഒരു ക്ലാസ്സിന്റെ മുഴുവൻ ഭാഗത്തോളം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ നമ്പേഴ്സിന്റെ കാറ്റഗറൈസേഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിത് വീണ്ടും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ പഴയ ആൾക്കാർക്ക് ബോറടിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുവരെ നമ്മുടെ വീഡിയോസ് മുഴുവൻ കാണാത്ത ആൾക്കാര്, ആരോഹയാണല്ലോ ചോദിക്കുന്നത്, എന്താണ് മനസ്സിലാവാത്തത്? ആരോഹ ഫസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ? കുഴപ്പമില്ല. ഇനി ഇല്ലാത്ത എല്ലാവരും എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്ലാസ്സിന്റെ വീഡിയോ പോയി കാണണം. ഫസ്റ്റ് ക്ലാസ്സിന്റെ മാത്രമല്ല, നമ്മുടെ ഇപ്പൊ 6ാമത്തെ ക്ലാസ് ആണ് ഇന്ന് റിവിഷൻ നടത്തുന്നത്. 5 ക്ലാസ്സിന്റെ വീഡിയോ ഉണ്ട്. അപ്പൊ ഇന്നലെ ഇരുന്ന ആൾക്കാർ പോലും എന്ത് ചെയ്യണം? 5 ക്ലാസ്സിന്റെയും വീഡിയോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കാണണം. അത് മാത്രമല്ലാണ്ട് നമ്മൾ കുറച്ചും കൂടി വീഡിയോസ് വേറെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന അഡീഷന്റെ ട്രിക്കുകളും സബ്സ്ട്രാക്ഷന്റെ ട്രിക്കുകളും മൾട്ടിപ്ലിക്കേഷന്റെ ട്രിക്കുകളും ഒക്കെ ആയിട്ട് നമ്മൾ വേറെ വീഡിയോസും കൂടി ഇട്ടിട്ടുണ്ട്. ചെറിയ വീഡിയോസ്, അതും കൂടി നിങ്ങൾ ഇരുന്ന് കാണണം. എന്തിനത് കാണണം എന്ന് പറയുന്നത്? നിങ്ങൾ എഴുതാൻ പോകുന്നത് ഒരു എൻട്രൻസ് എക്സാം ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉത്തരം അറിയാമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതിനോട് ഉപകാരമില്ല. കാരണം നമുക്ക് 1 മണിക്കൂറിൽ ഇത്ര ക്വസ്റ്റ്യൻസ് തീർക്കണം എന്ന് പറഞ്ഞാൽ അത്ര ക്വസ്റ്റ്യൻസ് തന്നെ തീർക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാതും ചെയ്യാറിയായിരിക്കും. പക്ഷെ അഡീഷനോ സബ്സ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ നിങ്ങൾക്ക് സ്പീഡ് ഇല്ല എങ്കിൽ നിങ്ങൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? മനസ്സിലായോ? അപ്പൊ നിങ്ങൾ 5ലൊക്കെ സ്കൂളിൽ എഴുതുന്ന പോലത്തെ എക്സാംസ് അല്ലല്ലോ വരുന്നത്. കുറച്ചും കൂടി ഹൈ ലെവൽസ് പരീക്ഷകളായിരിക്കും വരിക. അപ്പൊ എന്ത് വേണം? നിങ്ങൾ തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രിക്സ് ഒക്കെ തരുന്നത്. അപ്പൊ നിങ്ങൾ കാണണ്ടേ? അപ്പൊ ഇതുവരെ നമ്മുടെ വീഡിയോസ് കാണാത്ത ആൾക്കാർ എന്തായാലും ആ വീഡിയോസ് ഒക്കെ കാണണം. മനസ്സിലായല്ലോ? ആ ട്രിക്സ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. നല്ല രസമാണ്. മാത്സിൽ ഇങ്ങനത്തെ ട്രിക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര രസമാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ നമ്പേഴ്സിന്റെ കാറ്റഗറൈസേഷൻ ഓടിച്ച് പറഞ്ഞു. ഇനി അഡീഷനിലും സബ്സ്ട്രാക്ഷനിലും നമുക്ക് റിവിഷന്റെ ആവശ്യമില്ലല്ലോ. അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ? അല്ലെ? അപ്പൊ നമ്മളിതാ ഞാൻ ജസ്റ്റ്
അത് കാണിച്ചു തരാം. ഇതായിരുന്നു നമ്മൾ പറഞ്ഞത് റിയൽ നമ്പർ. എല്ലാ നമ്പറും ഉൾപ്പെടുന്നതാണ്, കോംപ്ലക്സ് നമ്പർ ഒഴികെ. കോംപ്ലക്സ് നമ്പർ ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കേണ്ട, നമുക്ക് സമയം എത്തുമ്പോൾ പഠിക്കാം. കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് വേറെ കാറ്റഗറിയാണ്. അതില്ലാതെ നാച്ചുറലും ഹോളും ഇൻറ്റിജറും റേഷണലും ഇറേഷണലും എല്ലാം കൂടി പെടുന്നതാണ് റിയൽ നമ്പർ. അതിന്റെ മലയാളവും നമ്മളുണ്ട്. ആരും പേടിക്കേണ്ട, ഈ നോട്ട് കിട്ടാത്തവർക്കൊക്കെ എന്തായാലും കിട്ടും. ഈ നമ്പേഴ്സ് വെച്ചിട്ടുള്ള പരിപാടികളാണ് ഈ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ പറയുന്നത് അല്ലെ. അതൊക്കെ നമ്മൾ എന്തായാലും ക്ലാസ്സിൽ ചെയ്തതാണ് അല്ലെ. അഡീഷനെ പറ്റി ഇനി കൂടുതൽ പറഞ്ഞ് ഞാൻ യെസ് വെരി ഗുഡ്. ആരോഹയൊക്കെ നന്നായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ പഠിച്ചു എന്ന് പറയണ്ട. 9ന്റെ ടേബിൾ ഒക്കെ പഠിക്കാനുള്ള ട്രിക്കൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. നല്ല ട്രിക്കാണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അതുപോലെ ഈ ബോറോ ചെയ്യാതെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? കടം കൊടുക്കുക അല്ലെ. എങ്ങനെ കടം കൊടുക്കും? ഈ കടം കൊടുക്കലും കടം വാങ്ങലും അല്ലെങ്കിലും പ്രശ്നം. ആ കാര്യമൊക്കെ എത്തുമ്പോൾ നമുക്ക് അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നും. അപ്പൊ ഈ കടം കൊടുക്കാണ്ട് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ള ഒരു അടിപൊളി ട്രിക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കുറെ വർക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് നല്ല എളുപ്പമായിട്ട് തോന്നും. അപ്പൊ കടം കൊടുക്കാതെ ബോറോയിങ് ഇല്ലാതെ ചെയ്യാനുള്ള ട്രിക്കൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തിട്ടിട്ടുണ്ട്? 3 ഡിജിറ്റിന്റെ അഡീഷൻ, അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ള ട്രിക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുക കേട്ടോ. ഇനി അഡീഷൻ നമുക്കിനി പറയണ്ടല്ലോ. അഡീഷൻ എന്തായാലും നമ്മൾ കുറെ വർക്ക് ഷീറ്റ്സ് ചെയ്തതാണ്. 2 നമ്പേഴ്സ് ആഡ് ചെയ്യുക, ആ മാറ്റി നിർത്തുന്ന ആ നമ്പറിനെ കൂട്ടാൻ മറന്നു പോകരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ 2 നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ അതിൽ 2 നമ്പറിനെ ആഡ് ചെയ്തിട്ട് ഒരു നമ്പറിനെ ചിലപ്പോൾ മാറ്റി നിർത്തില്ല അടുത്ത സ്റ്റെപ്പിൽ എടുക്കാൻ. ആ മാറ്റി നിർത്തുന്ന സാധനത്തിന് ചിലപ്പോൾ നമ്മൾ അവിടെ മാറ്റി തന്നെ അങ്ങോട്ട് നിർത്തും. അതിനവിടെ വെച്ചിട്ട് ബാക്കി ചെയ്തിട്ട് അങ്ങോട്ട് പോകും. അപ്പൊ എന്താ പറ്റിയ? ഉത്തരം തെറ്റി അല്ലേ. മാത്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. നിങ്ങളുടെ എല്ലാ സ്റ്റെപ്പും ശരിയായിട്ട് അവസാനം വർക്ക് കോളത്തിൽ നിന്ന് ഇവിടേക്ക് എടുത്ത് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? തെറ്റിക്കും. അപ്പൊ എന്താ പറ്റുക? വർക്ക് കോളത്തിലുള്ളതിന് മാർക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ വർക്ക് കോളത്തിലുള്ള സാധനം ഇങ്ങോട്ട് എടുത്ത് എഴുതുമ്പോൾ തെറ്റിയാൽ പോലും ഉത്തരം തെറ്റിയില്ലേ. അപ്പൊ നമുക്ക് എന്ത് വേണം? നല്ല ശ്രദ്ധ വേണം മാത്സ് ചെയ്യാൻ. ഓക്കെ ഓക്കെ. സോ അഡീഷൻ നമുക്ക് പ്രശ്നമില്ലല്ലോ. അഡീഷൻ ഇനി ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? അഡീഷൻ വേഗം ഒന്ന് പറഞ്ഞേ. കൂട്ടാനായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ആർക്കെങ്കിലും? കുഴപ്പമുള്ളവര് ഉണ്ട് യെസ് എന്ന് പറഞ്ഞോ. അപ്പൊ ഞാൻ വേണമെങ്കിൽ അഡീഷൻ ഒന്നും കൂടി നമുക്ക് പറയാം. ഓക്കെ, ശ്രീനന്ദ പി ന്യൂ ആണ്. എനിക്ക് എന്തായാലും ഒരു കുറച്ച് സമയം വേണ്ടി വരും നിങ്ങളെ പുതിയ ആൾക്കാരുടെ ഒക്കെ പേരൊന്ന് എഴുതിയെടുക്കാനായിട്ട്. ആർക്കെങ്കിലും ഇനി അഡീഷന് പ്രശ്നമുണ്ടോ? ഇല്ല, ആർക്കും അഡീഷൻ ഒന്നും പ്രശ്നമൊന്നുമില്ല അല്ലെ. അഡീഷൻ എല്ലാവർക്കും പക്കയാണ്. യെസ്, എല്ലാവരും നോ ആണ് പറയുന്നത്. ആർക്കാണ് യെസ്? അഡീഷന് പ്രശ്നമുള്ളത് ആർക്കാണ്? അഡീഷൻ നമ്മൾ എങ്ങനെ ചെയ്യാ? ഇപ്പൊ ഇതിന് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാ? 5 + 9 എത്രയാണ്? 14 ആണ്. 4 ഇവിടെ നിർത്തി, 1 ദാ നമ്മൾ ഇവിടെ മാറ്റി എഴുതി. 9 1 10 1 14 ഇങ്ങനെയല്ലേ വരുന്നത്? ഇതല്ലേ ആൻസർ? ഇത്രയേ ഉള്ളൂ അഡീഷൻ. ഇതാണ് ചെയ്യണമെങ്കിലോ 8 + 2 10 ആണ്. 0 ഇവിടെ നിർത്തി, 1 ഇവിടെ നിർത്തി, 5 1 6 6 7 13 അല്ലേ. ഇത്രയല്ലേ ഉള്ളൂ അഡീഷൻ. അഡീഷൻ നമുക്ക് എളുപ്പമാണ്. അത് 2 ഡിജിറ്റ്സ് ആകുമ്പോൾ വളരെ എളുപ്പമാണ്. അത് എല്ലാവരും നോ 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 പറയുന്നുണ്ട്. ആർക്കും അഡീഷൻ ഒരു പ്രശ്നമില്ല. ഇത് ആൻസേഴ്സ് വരെ കമന്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. വെരി ഗുഡ്. റൈറ്റ്. അപ്പൊ നമുക്ക് അഡീഷൻ നമുക്ക് തൽക്കാലം വേഗം വിടാം. ഇതാ 3 ഡിജിറ്റ് അഡീഷനോ നോക്കിയേ. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യം ഇതിനെ ചെയ്യുന്നു, ദെൻ ഇത് ചെയ്യുന്നു, ദെൻ ഇത് ചെയ്യുന്നു. എളുപ്പല്ലേ? 3 ഡിജിറ്റ്സ് ആയാലും 4 ഡിജിറ്റ്സ് ആയാലും 5 ഡിജിറ്റ്സ് ആയാലും എത്ര ഡിജിറ്റ്സ് ആണെങ്കിലും അഡീഷൻ എല്ലാവർക്കും എളുപ്പല്ലേ? യെസ്, എല്ലാവർക്കും എളുപ്പമാണ്. യെസ്. ഇനി ആർക്കെങ്കിലും അഡീഷൻ പ്രശ്നമുണ്ടോ? ഇല്ല. നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും എന്താ കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. നൗ ഇനി എന്താ? സബ്സ്ട്രാക്ഷൻ. ഇവിടെയാണ് നമ്മുടെ കടം പ്രശ്നം അല്ലേ. കടം പ്രശ്നമാണ് നമുക്ക് ഇവിടെ വരുന്നത് എപ്പോഴും. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെയാ ചെയ്യുന്നത്? ഈ 1 എന്നുള്ളത് എന്താകും? 11 ആകും അല്ലേ. ഈ 7 എന്താവും അപ്പോ? 6. അത് നമ്മൾ മറക്കരുത്. ചിലപ്പോ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? 11 ആക്കും. ഈ 7നെ മാറ്റി 6 ആക്കാൻ നമ്മൾ മറന്നു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? വീണ്ടും നമ്മൾ ഇവിടുന്ന് 7 കുറയ്ക്കും. ഉത്തരം തെറ്റിയില്ലേ? മനസ്സിലായോ? ഇതിന് നമ്മൾ എന്താ പ്രശ്നം? 1ൽ നിന്ന് നമുക്ക് 9 കുറയ്ക്കാൻ പറ്റില്ല അല്ലെ. 1ൽ നിന്ന് 9 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു സംഖ്യ ഇങ്ങോട്ട് കടം വാങ്ങി ആ 1 എന്നുള്ളത് 11 ആകും. ഇതൊരു നിയമമാണ്. നിങ്ങൾ വിചാരിക്കേണ്ട 1 എന്നുള്ളത് ഇങ്ങോട്ട് മേടിച്ച 1 1 2 അല്ലേ ആവാന്ന്. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഇതിന്റെ റൂള്. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരെണ്ണം മേടിച്ചാൽ 1 എന്നുള്ളത് എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റ് സൈഡിൽ 1 ഇട്ട് കൊടുക്കാം.
അത്രേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിൽ ഒന്നിട്ട് കൊടുക്കുക. ഇപ്പോ ഇങ്ങനെ ഒരു നമ്പർ ആയിരുന്നു എങ്കിൽ ഇതിനെ ഞാൻ കടം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ 4 അല്ലേ, ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഒന്നിട്ടാണ് കൊടുക്കേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ ഒന്നിട്ട് കൊടുക്കലാണ് നമ്മൾ കടം വാങ്ങുമ്പോൾ ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ്, ഒരിക്കലും റൈറ്റ് സൈഡിൽ ഇടരുത് കേട്ടോ. അപ്പൊ 9, 10, 11, 2 ആണ് ഇവിടെ വരുന്നത്. ബാക്കി ഇവിടെ ഏതുള്ളത് 6 ആണ്. പിന്നെ 7ൽ നിന്നല്ല കുറയ്ക്കേണ്ടത്, 6ൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. അഗെയിൻ 2. മനസ്സിലായോ? ദാ ഇവിടെ നോക്കിയപ്പോ 6ൽ നിന്ന് 9 പോവില്ല. അപ്പൊ എന്താക്കണം, ഇതിനെ 16 ആക്കണം അല്ലെ? 16 ആക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം, നമ്മള് ഈ 6നെ മാറ്റി 5 ആക്കണം അല്ലെ? അതിൽ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് പോയില്ലേ. അപ്പൊ ഇനി നമുക്ക് ഇതിനെ കുറച്ച് കഴിഞ്ഞാൽ എന്താ വരിക, 16ൽ നിന്ന് 9. അപ്പൊ നിങ്ങൾ ഈ 16ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേ, 9 തൊട്ട് അങ്ങോട്ട് എണ്ണ. അതല്ലേ നമ്മൾ ചെയ്യാം. 16ൽ നിന്ന് 9 കുറയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, എല്ലാവരും ഇത് ആൻസേഴ്സ് ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത് അറിയാം അല്ലേ? യെസ്. അപ്പോ 16ൽ നിന്ന് 9 കുറയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ, 9ൽ നിന്ന് 16ലേക്ക് എണ്ണ. എങ്ങനെ 9, 10, 11, 12, 13, 14, 15, 16 അങ്ങനെയല്ലേ നമ്മൾ എണ്ണ. അപ്പൊ നമുക്ക് 7ന്ന് ഉത്തരം കിട്ടി. ഇപ്പുറത്ത് 5 - 5 എത്രയായിരിക്കും, 0 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ 7 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്തത്, കടം കൊടുത്തിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇത്രയാണ് നമ്മൾ അഡീഷനും സബ്സ്ട്രാക്ഷനും പറഞ്ഞിരുന്നത്. ആർക്കും ഇതിലൊന്നും സംശയമില്ല. എല്ലാവരും അടിപൊളിയായിട്ട് ആൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. വെരി ഗുഡ്. എല്ലാവരും പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പേര് സെപ്പറേറ്റ്ലി എടുത്ത് പറയാത്തത്. എല്ലാവരും പറയുന്നുണ്ട്. അഡീഷനും സബ്സ്ട്രാക്ഷനും നമുക്ക് ഒരു പ്രശ്നമില്ല. 8 മണിക്ക് ക്ലാസ് വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ പഠിക്കണ്ടേ? നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഇതിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ കാണണം. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നിങ്ങൾ വീഡിയോ കണ്ട് പഠിക്കണം കേട്ടോ. ഓക്കെ. നൗ 3 ഡിജിറ്റിന്റെ സബ്സ്ട്രാക്ഷൻ. 3 ഡിജിറ്റിന്റെ സബ്സ്ട്രാക്ഷൻ ആവുമ്പോഴെങ്ങനെയാ, ഇങ്ങനെ തന്നെ. യെസ് ഹാദി, ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിലായതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് എല്ലാവരുടെ പേരും വിളിക്കാൻ പറ്റാത്തത്. നമുക്ക് റിവിഷൻ ആണല്ലോ, അപ്പൊ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകണല്ലോ. അതുകൊണ്ടാണ് കേട്ടോ വിളിക്കാത്തത്. ഇനി എന്തായിരുന്നു? യെസ്, 3 ഡിജിറ്റിന്റെ സബ്സ്ട്രാക്ഷൻ സെയിം തന്നെയാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 2 വട്ടം ഈ കടം കൊടുക്കുക എന്നുള്ള പരിപാടി വരും അല്ലെ? ഇവിടെ നിന്ന് 8ൽ നിന്ന് 9 പോകില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമ്മള് ലെഫ്റ്റ് സൈഡിൽ ഒരു 1 ഇട്ട് കൊടുത്തു. അപ്പൊ ഇതെന്തായി, ഇത് 7 ആയി. ഇനി ഇതിൽ നിന്ന് 18ൽ നിന്ന് 9 പോയാൽ എത്രയാണ്, 9 ആണ് അല്ലെ? ബാക്കി 7ൽ നിന്നോ 9 പോയില്ല, വീണ്ടും കടം വാങ്ങി 17 ആയി അത്. അപ്പൊ ഇവിടെ എന്തായി, 5 ആയി അല്ലെ? ഇനി 9ൽ നിന്ന് 17ലേക്ക് എത്രയാ, 10, 11, 12, 13, 14, 15, 16, 17. അപ്പൊ 8 നമുക്ക് കിട്ടി, 8 എഴുതി. 5ൽ നിന്ന് 3 പോയാൽ 2 അല്ലെ? ഇങ്ങനെയല്ലേ നമ്മൾ 3 ഡിജിറ്റിന്റെ സബ്സ്ട്രാക്ഷൻ ചെയ്യുന്നത് അല്ലേ? നമുക്ക് പഠിക്കാലോ, എല്ലാം പഠിക്കാം കേട്ടോ. ഡിവിഷൻ ടഫ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്, സബ്സ്ട്രാക്ഷൻ 3 ഡിജിറ്റിന്റെ വരുന്നത്. ഇനി സബ്സ്ട്രാക്ഷനിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ, കുറയ്ക്കുന്നതില് എത്ര ഡിജിറ്റ് ആണെങ്കിലും? അപ്പൊ നമുക്കിനി സബ്സ്ട്രാക്ഷൻ, അഡീഷൻ ഇതൊക്കെ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ, യെസ് അത് കറക്റ്റ് ആൻസർ ആണ് ഹാദി. യെസ്. അപ്പോ ഇനി പ്രശ്നമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞത്, ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ കിട്ടാത്തവരോ ഒക്കെ എന്ത് ചെയ്യണം, നമ്മുടെ മറ്റ് വീഡിയോസ് എടുത്ത് കാണണം. നിങ്ങൾ ഒരിക്കലും വിട്ടുപോയത്. നിങ്ങൾക്ക് ചിലപ്പോൾ മടിയാവും, എനിക്കറിയാം, അത് മടി വരും. പക്ഷെ മടിയൊക്കെ മാറ്റി വെക്കണ്ടേ, നമുക്ക് പഠിക്കണ്ടേ? ഇപ്പൊ നമുക്ക് എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോൾ നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ എന്തായാലും വേണം. അത് നിങ്ങൾ 5ൽ നിന്ന് മാത്രമല്ല, നിങ്ങൾ എത്ര വലിയ ക്ലാസ്സിൽ പോയാലും ഈ സബ്സ്ട്രാക്ഷനും അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും തന്നെ എല്ലായിടത്തും വരുന്നത്. അപ്പൊ ഒരു കാരണവശാലും അതിന്റെ ബേസ് ഇല്ലാതെ പോകരുത്. ഇതിന്റെ കറക്റ്റ് ബേസ് അറിഞ്ഞാലാണ് നമുക്ക് പഠിച്ച് പോകാൻ പറ്റുള്ളൂ. യെസ്, എല്ലാവരും ആൻസേഴ്സ് കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് സബ്സ്ട്രാക്ഷനും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി വരുന്നൊരു പ്രശ്നമാണ് മൾട്ടിപ്ലിക്കേഷൻ. ടേബിൾ എത്ര പേർക്ക് അറിയാത്തത്? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ ടേബിൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ടേബിള് കാണാതെ പഠിക്കുക തന്നെ വേണം. അല്ലാതെ നമുക്കതിന് വേറെ കുറുക്ക് വഴികൾ, കുറച്ചൊക്കെ ട്രിക്സ് ഒക്കെ ഉപയോഗിക്കാം. എന്നാൽ പോലും കുറച്ചൊക്കെ നമ്മൾ പഠിക്കണം. ഇവിടെ 9ന്റെ ടേബിൾ പഠിക്കാനായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇതാ കൈ ഇങ്ങനെ പിടിച്ചിട്ട് 9ന്റെ ടേബിൾ ജസ്റ്റ് വിരലുകൾ മാത്രം ഉപയോഗിച്ചിട്ട് പഠിക്കാനുള്ള ഒരു അടിപൊളി ട്രിക്ക്. കാരണം നമുക്കതിന് എഴുതി പേപ്പറും പേനയും ഒന്നും വേണ്ട. മനസ്സിലായോ?
യെസ്, എന്താണ് ഇവിടെ കമന്റില് നിങ്ങൾ ചാറ്റ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ ഇന്നലെ? ഫ്രീ ഫയർ കളിക്കുന്ന ആൾക്കാരൊക്കെയാണോ കമന്റിൽ ചോദിക്കുന്നത്? യെസ്, ഗോവിന്ദ് ഇപ്പൊ വന്നുള്ളൂ, ലേറ്റ് ആയല്ലോ. ക്ലാസ്സിൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ നിങ്ങൾ ഒന്നും ചർച്ച ചെയ്യാൻ പാടില്ല കേട്ടോ കമന്റ് ബോക്സിൽ. ഓക്കെ, നിങ്ങൾ നമ്മളിവിടെ എന്തിനാ വന്നിട്ടുള്ളത്? നമ്മളിവിടെ പഠിക്കാനാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം കമന്റിൽ ചർച്ച ചെയ്യാം കേട്ടോ. കളിയുടെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും ഒന്നും കമന്റിൽ ചർച്ച ചെയ്ത് അപ്പൊ എന്താ സംഭവിക്കുക? നിങ്ങൾ അതിന്റെ ആയിട്ടുള്ള ആ ശ്രദ്ധയിൽ അങ്ങോട്ട് പോവും. നിങ്ങൾ ഇതൊരു ചാറ്റ് ബോക്സ് പോലെ ആക്കിയെടുത്താൽ നിങ്ങൾ ആ ശ്രദ്ധയിൽ പോവും. അപ്പൊ ഞാനിവിടെ എന്ത് പറയണത് ആര് കേൾക്കും? ആരും കേൾക്കില്ല. നമുക്ക് പഠിക്കട്ടെ. നമ്മൾ പഠിക്കാനല്ലേ ഈ വെക്കേഷന് പോലും നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ആരാണ്? യുധിയാണോ മെസ്സേജ് ഇട്ടിട്ടുള്ളത്? ആരാണ് ഈ മെസ്സേജ് ഇട്ടിട്ടുള്ളത്? ഫ്രീ ഫയർ കളിക്കാനുള്ള മെസ്സേജ് ഒക്കെ ആരാണ് ഈ ക്ലാസ്സിന്റെ ഇടയിൽ ഇടുന്നത്? അതൊക്കെ അതൊന്നും ഇടാൻ പാടില്ല കേട്ടോ. അതൊന്നും ഇടരുത് കേട്ടോ ആരും. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷന് പ്രശ്നം. യെസ്, കുറെ പേരൊക്കെ ഐ ഡോണ്ട് നോ എന്നൊക്കെ പറയുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചേ പറ്റൂ. കാരണം നമുക്ക് ഡിവിഷനിൽ പോലും മൾട്ടിപ്ലിക്കേഷൻ വേണം. അപ്പൊ ടേബിൾ എന്തായാലും പഠിക്കണം. ഈ ടേബിളിന്റെ ട്രിക്സും ടിപ്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പൊ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാം കേട്ടോ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ അതൊട്ട് എങ്ങനെയാ ചെയ്യുന്നത് പെട്ടെന്ന് ഒന്ന് കാണിക്കാം. നമ്മള് ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഈ 4ന്റെ താഴെ കിടക്കുന്ന ഈ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. റൈറ്റ് അല്ലേ? അപ്പൊ നമുക്ക് 12 ആണ് അല്ലേ കിട്ടുന്നത്? 4 ഗുണം 3 12 ആണ്. 2 അവിടെ എഴുതി, 1 ദാ മാറ്റി നിർത്തി. ഇനി ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. ഈ നമ്പറും ഈ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 6 ഗുണം 3 18 ആണ്. അപ്പൊ ഈ ഒന്നും കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 19 അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത്? ഇവിടെ നോക്കിയേ, 7 ഗുണം 9 എത്രയാണ്? അപ്പൊ അതൊന്ന് വേഗം പറയാൻ പറ്റുമോ എല്ലാവർക്കും? 77 ഗുണം 9. വേഗം ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ. നിങ്ങളല്ലെങ്കിൽ ഞാനിത് ചാറ്റ് ബോക്സിൽ നിങ്ങളെ കൊണ്ട് മെസ്സേജ് ഇട്ടിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യോണ്ടിരുന്നിട്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് വേഗം മെസ്സേജും ഈ ചാറ്റ് ബോക്സിൽ ഇടിപ്പിക്കുന്നത്. വേഗം ഇട്ടേ. 77 ഗുണം, അതെ ഫസ്റ്റത്തെ ആൻസർ ഇതാ ഹാദിം എന്താണ് ആദിദേവ് ഒക്കെ ഇട്ടിട്ടുണ്ട്. യെസ്, ഈ സീന KR എന്ന് പറയുന്ന നെയിം യുധിയുടെ അല്ലേ? യെസ്, രണ്ടാമത്തെ ആൻസർ വേഗട്ടെ. യെസ്, 63 പറഞ്ഞിട്ടുണ്ട് ഹാദി. അതെ, 7 ഗുണം 9 63 ആണ്. അപ്പൊ അത് നോക്കിയിട്ട് വേഗം ആ 77 ഗുണം 9ന്റെ ഉത്തരം ഒന്നിട്ടെ. എല്ലാവരും 192. ഫസ്റ്റത്തെ നിങ്ങൾ പറയുന്ന ആൻസർ ശരിയാണ്. രണ്ടാമത്തെ ആൻസറും കൂടെ ഒന്ന് പറയൂ. ഞാൻ ചോദിച്ചത് 7 ഗുണം 9ന്റെ വാല്യൂ അല്ല, 77 ഗുണം 9. 77 ഗുണം 9 എത്രയാണ്? യെസ്, ഹാദി ആൻസർ ചെയ്തിട്ടുണ്ട് 693. എത്രയാണ് ആൻസർ? 693 എന്നാണ് ഒരുപാട് പേര് ആൻസർ ചെയ്തിട്ടുള്ളത്. എല്ലാവരും 693 എന്നാണ് ആൻസേഴ്സ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കി നോക്കിയാലോ. 7 ഗുണം 9 എത്രയാണ്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, 63 അല്ലെ? അപ്പൊ 3 ഞാനിവിടെ എഴുതി, 6 ഇവിടെ മാറ്റി എഴുതി. ഇനി വീണ്ടും എന്താ ചെയ്യേണ്ടത്? ഈ 7 ഗുണം 9 അല്ലെ? ആദ്യം ഇങ്ങനെ ചെയ്തു, പിന്നെ ഇങ്ങനെ ചെയ്തു. അപ്പൊ 7 ഗുണം 9 വീണ്ടും 63. 63ന്റെ കൂടെ ഞാൻ ഈ 6ഉം കൂടി ആഡ് ചെയ്താൽ എത്ര വരിക? 69. മനസ്സിലായോ? ഇവിടെയാണെങ്കിലോ 8 ഗുണം 8 64 ആണ്. 4 ഇവിടെ എഴുതി, 6 മാറ്റി നിർത്തി. 9 ഗുണം 8 എത്രയാണ്? 72 ആണ്. 72ന്റെ കൂടെ 6ഉം കൂടെ ചേർത്താൽ 78. ഇതല്ലേ ഉത്തരം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അല്ല മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ മനസ്സിലായോ? യെസ്, 693 ആണ് കറക്റ്റ് ആൻസർ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പറയുന്ന കാര്യം കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റാത്തത്. യെസ്, ഹാദി മൂന്നാമത്തെ ആൻസർ 784. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്.
ഇനി 2 ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ 2 ഡിജിറ്റ്സ് 2 എണ്ണം വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. അതിന്റെ വീഡിയോസ് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി ഡിവിഷന്റെ കാര്യം നമ്മളിപ്പോ എല്ലാ ക്ലാസ്സിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങാറ് അല്ലെ. എന്താ പറയാറ്, ഡിവിഷന് നമുക്ക് കുറച്ച് ടേംസുകളൊക്കെ വരുന്നുണ്ട് അല്ലെ. ഡിവിഷന് നമുക്ക് വരുന്ന ടേംസ് ഏതൊക്കെയാണ്? ഡിവിഡൻഡ്, ഏത് സംഖ്യേനെയാണോ നമ്മള് ഭാഗം ചെയ്യുന്നത്, ഭാഗം ചെയ്യപ്പെടുന്ന സംഖ്യ. ഞാൻ എന്താ പറഞ്ഞിരുന്നത് നിങ്ങളോട്? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിനെ വീണ്ടും 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 ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലെ. അപ്പൊ 6 ഗുണം 9 എന്ന് നമ്മൾ പറഞ്ഞാൽ 6 പ്ലസ് 6 പ്ലസ് 6 പ്ലസ് 6 പ്ലസ് 6 പ്ലസ് 6 9 തവണ കൂട്ടുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. മനസ്സിലായി? ഇപ്പൊ 77 ഗുണം 3 എന്ന് പറഞ്ഞാൽ 77 പ്ലസ് 77 പ്ലസ് 77 ആണ്. മനസ്സിലായി? അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വലുതാക്കുകയാണ്. ആ നമ്പറിനെ വീണ്ടും 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 ആഡ് ചെയ്ത് ഒരു വലിയ നമ്പർ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഡിവിഷൻ എന്ന് പറഞ്ഞാലോ ഒരു വലിയ സംഖ്യനെ മുറിച്ച് 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 ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. നമ്മളപ്പോ ഒരു മിഠായിയുടെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിരുന്നു അല്ലെ. നമുക്കൊരു 10 മിഠായി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 2 തുല്യ ഭാഗങ്ങളാക്കണം എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെങ്കിൽ ഹരിക്കും. ഇപ്പൊ 10 മിഠായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ 5 ആക്കിയത് എങ്ങനെയാണ്? ആ 10നെ നിങ്ങൾ ഹരിച്ചു 2 എന്നുള്ള നമ്പർ കൊണ്ട്. 2 ഭാഗങ്ങളാണ് ആക്കേണ്ടത് അല്ലെ. ഇനി നിങ്ങൾക്ക് ഒരു 15 മിഠായി കിട്ടി, അതിനെ 3 തുല്യ ഭാഗങ്ങളാക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? 15നെ 3 കൊണ്ട് ഹരിക്കും. മനസ്സിലായോ? അപ്പൊ ഒരു വലിയ സംഖ്യനെ എത്ര ഭാഗങ്ങളാക്കണം എന്നുള്ളതിനാണ് നമ്മൾ ഹരിക്കൽ എന്ന് പറയുന്നത്. നമ്മളൊരു വലിയ കേക്ക് എടുത്തിട്ട് അത് മുറിച്ച് 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 കഷ്ണങ്ങളാക്കുന്നതാണ് ഡിവിഷൻ. ആ കേക്കിനെ ഡിവൈഡ് ചെയ്യാണ് അല്ലെ. മനസ്സിലായോ? അപ്പൊ ഈ കേക്ക് ഒക്കെ എടുത്ത് വീണ്ടും വീണ്ടും കൂട്ടി 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 ചേർത്ത് വെച്ച് വലുതാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഒന്ന് കൂട്ടി മറ്റൊന്ന് കൂട്ടി മറ്റൊന്ന് കൂട്ടി മറ്റൊന്ന് കൂട്ടി. മനസ്സിലായോ? അപ്പോ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംഖ്യേനെ വീണ്ടും വലുതാക്കുകയാണ്. ഒരു സംഖ്യേനെ വീണ്ടും വീണ്ടും അതിനോട് തന്നെ ആഡ് ചെയ്ത് വലുതാക്കുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഹരിക്കുക, യെസ്, എക്സ്പാൻഡ് ചെയ്യുക, റൈറ്റ് സർ. അങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം ഒരു നമ്പറിനെ മൾട്ടിപ്ലിക്കേഷൻ വഴി. ഹരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിനെ നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മുറിക്കുകയാണ്. ഓക്കെ, 7:30ക്കാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയത്. ഓക്കെ, ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ക്ലാസ് തുടങ്ങിയത്. ഓക്കെ, സോ ഡിവിഷൻ എന്ന് പറയുന്നത് അതാണ് അല്ലെ. അപ്പൊ നമ്മള് മിഠായിയുടെ ഒക്കെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിരുന്നു. നമുക്ക് 10 മിഠായി കിട്ടിയാൽ നമുക്ക് ആർക്ക് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും നമുക്ക് അനിയനോ ചേച്ചിയോ ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തേ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ മൊത്തം എണ്ണത്തിനെ ഡിവൈഡ് ചെയ്ത് 2, 3, 4 ഒക്കെ ആക്കി മാറ്റണം. അതാണ് ഡിവിഷൻ. അപ്പൊ ആ ഡിവിഷൻ എന്ന് പറയുന്നതിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ എന്ത് വരും? അതെ, ക്വാറൽ സംഭവിക്കും അല്ലെങ്കിൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ. അത് കറക്റ്റ് ആണ്. അപ്പോ ഡിവിഷൻ എന്ന് പറയുന്ന സാധനത്തിൽ എന്തൊക്കെയുണ്ട്? സാധാരണ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ വരുമ്പോൾ 2 നമ്പർ അല്ലെങ്കിൽ 3 നമ്പർ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഡിവിഷനിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് വരുന്ന ആ പ്രോസസ്സിൽ കുറെ നമ്പേഴ്സ് ഉണ്ട്. യെസ്, കോഷ്യന്റ് എന്ന് പറയുന്നതാണ് ആൻസർ. ദാറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ, നൗ ഡിവിഡൻഡ്, അതായത് ദ നമ്പർ ബീയിങ് ഡിവൈഡഡ്. അത് ഏത് നമ്പറിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ 10 മിഠായിനെ 2 ഭാഗങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ ആ 10 എന്ന് പറയുന്ന നമ്പറാണ് അവിടുത്തെ ഡിവിഡൻഡ് അല്ലെങ്കിൽ വിഭജ്യമായ സംഖ്യ. മനസ്സിലായോ? ഇനി എത്ര ഭാഗങ്ങളാക്കുന്നത്? 2. അതായത് ഈ 10നെ 2 കൊണ്ടാണല്ലോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. മൊത്തം വലിയ ആ സംഖ്യേനെ എത്ര ഭാഗങ്ങളാണ് ആക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഡിവൈസർ. മനസ്സിലായോ? അപ്പൊ ഇതിൽ ഇനി ക്ലിയർ ആവാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? വീഡിയോ കാണണം. കാരണം എനിക്ക് വീണ്ടും 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 പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഓൾറെഡി ഇത് കേട്ടിട്ടുള്ളതല്ലേ. ഓക്കെ, മനസ്സിലായോ? അപ്പോ എന്താ നമ്മൾ പറഞ്ഞത്? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഖ്യേനെ മുറിച്ച് ഭാഗങ്ങളാക്കുന്ന പരിപാടിയാണ്. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് ടേംസ് വരുന്നുണ്ട്. ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് 10നെ ആണ് 2 തുല്യ ഭാഗങ്ങളാക്കുന്നതെങ്കിൽ ആ 10 എന്ന് പറയുന്ന നമ്പർ ആണ് ഡിവിഡൻഡ്. 20 ഹരിക്കണം 5 എന്നാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 20 ആണ് അവിടുത്തെ ഡിവിഡൻഡ് അല്ലെങ്കിൽ വിഭജ്യമായ സംഖ്യ, ഭാഗം ചെയ്യപ്പെടുന്ന സംഖ്യ. ഇനി ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ ഹരിക്കുന്നത്, 20 ഹരിക്കണം 5 എന്നാണെങ്കിൽ ആ 5 ആണ് ഡിവൈസർ,
ഭാഗം ചെയ്യുന്ന സംഖ്യ. വലിയ നമ്പറിനെ ഏത് നമ്പർ കൊണ്ടാണോ ഹരിക്കുന്നത് അതാണ് ഡിവൈസർ. ഇനി ഏതായിരുന്നു? കോഷ്യന്റ്. നമ്മുടെ ഡിവിഷൻ ചെയ്ത് കിട്ടുന്ന ഉത്തരമാണ് എന്ത്? കോഷ്യന്റ്. 20 ഹരിക്കണം 5 എന്ന് ചെയ്താൽ നമുക്ക് 4 എന്ന് ഉത്തരം കിട്ടും. ആ ഉത്തരമാണ് കോഷ്യന്റ്. ഇനി റിമൈൻഡർ എന്ന് പറയുന്നത് എന്താ? 10 മിഠായിക്ക് പകരം 11 മിഠായി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കേ. അപ്പൊ നിങ്ങൾ ഇതിനെ 5ഉം 5ഉമായി 2 തുല്യ ഭാഗ്യങ്ങളാക്കി കഴിഞ്ഞാലും ഒരെണ്ണം അവിടെ ബാക്കിയില്ലേ? ആ ബാക്കി വന്നതാണ് എന്ത്? റിമൈൻഡർ അല്ലെങ്കിൽ ശേഷം. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായോ എല്ലാവർക്കും? ഈ 4 കാര്യങ്ങളും ഡിവിഷനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കിയേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20 ഹരിക്കണം 5 ചെയ്താൽ 4 കിട്ടും. നോക്കുക, ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കും. ഞാൻ PPT എടുത്തേക്കാണ്. അപ്പൊ നിങ്ങളിപ്പോ പറയുന്നത് എനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ. 20 ഹരിക്കണം 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 4 എന്നാണ് ഉത്തരം കിട്ടുന്നത്. എങ്ങനെ നമുക്ക് കിട്ടിയത്? നമ്മൾ എങ്ങനെ ചെയ്യാതാ? 20 എന്ന് എഴുതി ഇങ്ങനെ ഒരു വരയൊക്കെ വരച്ചു, 5 എന്ന് എഴുതി. ഇങ്ങനെയാണല്ലേ നമ്മൾ എഴുതുക ഹരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഫസ്റ്റത്തെ നമ്പർ, ആദ്യം കിടക്കുന്ന ഈ നമ്പറിൽ 5 ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ 2 ആണ്. 2 എന്ന് പറയുന്നത് 5നേക്കാൾ ചെറിയൊരു സംഖ്യ ആയതുകൊണ്ട് ഈ ഫസ്റ്റത്തെ നമ്പറിൽ 5 പോവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മൊത്തം ഈ സംഖ്യേനെ മുഴുവനായിട്ട് നോക്കാം. 20ല് എത്ര 5 ഉണ്ട് എന്നറിയണമെങ്കിൽ നമ്മൾ 5ന്റെ ഗുണനപ്പട്ടിക ചൊല്ലി നോക്കണം. 1 × 5 5, 2 × 5 10, 3 × 5 15, 4 × 5 ആണ് 20 അല്ലെ? അപ്പൊ എത്രയായിട്ടാണോ നമുക്ക് കിട്ടിയത് അത് ഇവിടെ മുകളിൽ എഴുതുക. എന്നിട്ട് ഈ മുകളിൽ എഴുതിയ സംഖ്യയും ഇവിടെ എഴുതിയിരിക്കുന്ന സംഖ്യയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. അപ്പൊ നമുക്ക് 20 എന്ന് കിട്ടി. ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 0 കിട്ടി. അപ്പൊ നോക്കിയേ, ഈ സാധനമാണ് കോഷ്യന്റ് അല്ലെങ്കിൽ ഭാഗഫലം. ഇതാണ് നമ്മുടെ ഡിവൈസർ, ഇതാണ് നമ്മുടെ ഡിവിഡൻഡ്, ഇതാണ് റിമൈൻഡർ. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? അപ്പൊ നോക്കൂ, ഇതായിരുന്നു നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന ഒരു വർക്ക്ഷീറ്റ്. യെസ് യെസ് യെസ്, എല്ലാവരും എന്താ കമന്റ് ചെയ്യുന്നുണ്ട്? നമ്പർ ബീങ് ഡിവൈഡഡ്. യെസ് 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 യെസ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, എല്ലാവരും എന്താ 4 എന്നും കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതായിരുന്നു നമ്മുടെ ആൻസർ. ക്ലിയർ? ഇത് നോക്കി നോക്കിയേ, ഇത് സെയിം തന്നെയാണ്. യെസ്, കോഷ്യന്റ് 4 ആണ്, റിമൈൻഡർ 0 ആണ്. സെയിം മെത്തേഡിലുള്ള ഒരു വർക്ക്ഷീറ്റ് ആണ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇപ്പൊ നോക്കൂ, നമുക്ക് 1 ഡിജിറ്റ് നോക്കണ്ടതാ. ഇവിടെ നോക്കൂ, ഇവിടെ ഈ നമ്പർ നോക്കി നോക്കിയേ, 6ാമത്തെ 25 ഹരിക്കണം 5. 25 എന്ന് പറയുന്ന നമ്പറിൽ എത്ര 5കൾ ഉണ്ട്? അല്ലെങ്കിൽ 25നെ 5 ഭാഗങ്ങളായി തുല്യമായി ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ഭാഗങ്ങൾ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. ഫസ്റ്റത്തെ നമ്പറിൽ 2 ആണ്, 5 പോകില്ല. സോ 25ൽ നോക്കാം. 5ന്റെ ഗുണനപ്പട്ടിക ചൊല്ലുക. 1 2 3 4 5 × 5 ആണ് അല്ലെ 25. അപ്പൊ നമ്മളിവിടെ 5 ഗുണം 5 25 എന്ന് എഴുതി 0 കിട്ടി. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹരിക്കല് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ സാധനത്തിൽ യെസ്, വെരി ഗുഡ്, എല്ലാവരും എന്താക്കി ആൻസേഴ്സ് കമന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ സംഭവങ്ങളിൽ ഒന്നും എന്തില്ല? റിമൈൻഡർ വരുന്നില്ല അല്ലെ? ഇനി നോക്കിയേ, ഈ സാധനത്തില് നിങ്ങളാണ് എനിക്ക് ഇനി റിമൈൻഡർ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ നമ്മളിത് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടി ചെയ്തോളൂ. ഒന്നാമത്തെ റിമൈൻഡർ എനിക്ക് വേഗം പറഞ്ഞു തന്നെ. ഒന്നാമത്തെ 98 ഹരിക്കണം 5. വേഗം അത് ചെയ്തിട്ട് എനിക്ക് റിമൈൻഡർ എന്ന് പറഞ്ഞേ. യെസ്, 98 ഹരിക്കണം 5. വേഗം ചെയ്തോ, നല്ല കുട്ടികളായിട്ട് വേഗം ചെയ്തിട്ട്. റിമൈൻഡർ ആണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്, കോഷ്യന്റ് അല്ല, റിമൈൻഡർ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് കോഷ്യന്റ് ആണോ റിമൈൻഡർ ആണോ എന്ന് നോക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. നമ്മുടെ ഒരു വിചാരത്തില് ഡിവിഷൻ ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നതാണ് നമ്മൾ എഴുതുക, റൈറ്റ്? ബട്ട് അല്ല, ചില സാഹചര്യങ്ങളിൽ റിമൈൻഡർ ആണ് ചോദിക്കുക. ശേഷം എത്രയാണ് ബാക്കി വന്ന സംഖ്യ എന്ന് ചോദിക്കും. അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ഓക്കെ ഓക്കെ, അപ്പൊ വേഗം ഒന്ന് പറഞ്ഞേ, 98 ഹരിക്കണം 5ന്റെ റിമൈൻഡർ ഒന്ന് വേഗം പറഞ്ഞെന്ന് എല്ലാവരും. നിങ്ങൾ ഇവിടെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണ്ടേ, അതുകൊണ്ടാണ്. അപ്പൊ റിമൈൻഡർ ആണ് പറയുന്നെങ്കിൽ R എന്നിട്ടിട്ട് വേണം ആ സംഖ്യ പറയാൻ കേട്ടോ. കോഷ്യന്റ് ആണ് നിങ്ങൾ പറയുന്നെങ്കിൽ Q എന്നിട്ടിട്ട് പറയണം. റിമൈൻഡർ ആണ് എല്ലാവരും 3 എന്ന് പറയുന്നത്.
റിമൈൻഡർ ആണോ നിങ്ങൾ 3 എന്ന് പറയുന്നത്? കോഷ്യന്റ് 19 ആണെന്ന് പറയുന്നുണ്ട്, റിമൈൻഡർ 3 ആണെന്നാണ് എല്ലാവരും ഗ്രൂപ്പിൽ പറയുന്നത്, സോറി കമന്റിൽ പറയുന്നത് അല്ലെ. നമുക്ക് നോക്കി നോക്കാം. റിമൈൻഡർ 3 ആണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ റിമൈൻഡർ 3 എന്ന് കിട്ടിയത്? ഇവിടെ നോക്കിയേ, ഫസ്റ്റത്തെ ഡിജിറ്റ് 9 ആണ് അല്ലെ. ഫസ്റ്റത്തെ ആ ഡിജിറ്റിൽ തന്നെ 5 പോകുന്നുണ്ട് അല്ലെ. 9 എന്ന് പറഞ്ഞാൽ അതിൽ ഒരു 5 ഉണ്ട് അല്ലെ. രണ്ടാമത്തെ 5ഉം കൂടി വന്നാൽ അത് 10 ആയി. അപ്പൊ 2 5-നുള്ളതില്ല, 9-ൽ ഒറ്റ ഒരു 5 ആണുള്ളത്. അപ്പൊ നമ്മളോട് 1 എന്ന് എഴുതി. ഈ 9 എന്ന സംഖ്യയിൽ എത്ര 5 ഉണ്ടെന്നാണ് ഞാൻ ആദ്യം നോക്കിയത്. ഒരൊറ്റ 5 ഉള്ളൂ. 2 5 വന്നാൽ അത് 10 ആവും. ഒരൊറ്റ 5 ഉള്ളൂ. അപ്പൊ 1 × 5 എത്രയാണ്? 5 അല്ലെ. അപ്പൊ നമ്മൾ ഇനി ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ 9-ൽ നിന്ന് 5 പോയാൽ എത്രയാ വരുന്നത്? 4. ആ മൈനസ് ചെയ്തത് എഴുതി. ഇനി ഇതിന് ഇവിടെ നിന്ന് നേരെ എടുത്തെഴുതാം. ഒരിക്കലും ഈ 5-നെ 8-ന്റെ താഴെ കൊണ്ട് എഴുതരുത്. ഈ 5-നെ 9-ന്റെ താഴെ തന്നെ വേണം എഴുതാൻ. നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും. നമ്മൾ സാധാരണ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെയല്ലേ എഴുതുന്നത്. അതല്ല വേണ്ടത്. ഏത് നമ്പറിലാണോ നമ്മൾ 5 ഉണ്ട് എന്ന് നോക്കിയത് ആ നമ്പറിന്റെ താഴെ തന്നെ എഴുതണം കേട്ടോ. ആ നമ്പറിൽ നിന്ന് തന്നെ കുറച്ചിട്ട് വേണം എഴുതാൻ. 48 എന്ന് കിട്ടി. ഇനി 48-ൽ എത്ര 5 ഉണ്ടെന്നാണ് അടുത്ത സ്റ്റെപ്പ്. 4-ൽ 5 ഇല്ലല്ലോ. അപ്പൊ 48-ൽ 5-ന്റെ ഗുണനപ്പട്ടിക ചെല്ലുക. മനസ്സിലായോ? അപ്പൊ 5 ഗുണം 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആണ്. 5 ഗുണം 9 45 ആണ്. 5 ഗുണം 10 ആയാൽ 50 ആവും. 50 നമുക്ക് ഇവിടെ ഇല്ല. നമുക്ക് 48 വരെ ഉള്ളൂ. അപ്പോ ഇല്ലാത്തത് മീൻസ് കൂടുതലാണ് നമ്മൾ ഗുണിച്ചു കിട്ടേണ്ട സംഖ്യയെങ്കിൽ അത് എടുക്കാൻ പാടില്ല. കുറവുള്ളതാണ് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ 48-ന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന കുറഞ്ഞ സംഖ്യ എന്ന് പറയുന്നത് 45 ആണ്. അതെങ്ങനെയാ കിട്ടുക? 9 ഗുണം 5 ചെയ്യുമ്പോഴാണ് അല്ലെ. 9 ഗുണം 5 ചെയ്യുമ്പോൾ 45 എന്ന് കിട്ടി. ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ റിമൈൻഡർ. ക്ലിയർ ആയോ എല്ലാവർക്കും? റൈറ്റ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റിമൈൻഡർ ഉള്ള ഹരണങ്ങൾ ചെയ്യുന്നത്. യെസ്. അപ്പൊ ഇതെല്ലാവരും കോഷ്യന്റും റിമൈൻഡറും ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്. അപ്പൊ പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും ഒക്കെയും നല്ല കുട്ടികളായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡിവിഷന്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡിവിഷൻ വളരെ പെർഫെക്റ്റ് ആയില്ലേ? അപ്പൊ ഡിവിഷൻ നമുക്ക് പെർഫെക്റ്റ് ആയി, സബ്സ്ട്രാക്ഷൻ പെർഫെക്റ്റ് ആയി, മൾട്ടിപ്ലിക്കേഷൻ പെർഫെക്റ്റ് ആയി, അഡീഷൻ പെർഫെക്റ്റ് ആയി. പിന്നെ നമ്മുടെ 4 ഡിജിറ്റ്സ് നമ്പേഴ്സും 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സും നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ 4 ആണെന്നൊക്കെ പറയുന്നുണ്ട്. വെരി ഗുഡ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് നല്ല കുട്ടികളായിട്ട് ആൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. യെസ്. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ. ഓക്കെ. യെസ്. അപ്പൊ 62 പേര് കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ 62 പേരിന്റെ ഒരു ആക്ടിവിറ്റി നമുക്ക് ഗ്രൂപ്പിൽ കമന്റിൽ കാണാൻ പറ്റുന്നില്ല. 62 പേരുണ്ടെങ്കിൽ ഇങ്ങനെ ചടപടാന്ന് മെസ്സേജസ് വരണ്ടേ? അത്ര ഒരു ആക്ടിവിറ്റി കാണുന്നില്ലല്ലോ. എന്ത് പറ്റിയേ? പെട്ടെന്ന് ഇട്ടോളോ ആൻസേഴ്സ് ഒക്കെ. യെസ്. അപ്പൊ നമുക്ക് ഡിവിഷൻ ഓക്കെ ആയി. ഇനി നമ്മൾ എന്തിലേക്കാ കടന്നിട്ടുണ്ടായിരുന്നത്? ന്യൂമറിക് സിസ്റ്റത്തിലേക്കാണ് അല്ലെ. അപ്പൊ ന്യൂമറിക് സിസ്റ്റത്തിലേക്ക് നമ്മൾ പോയിണ്ടായിരുന്നു. എന്താണ് ന്യൂമറിക് സിസ്റ്റം എന്ന് പറഞ്ഞു. ഇത് ഞാൻ എല്ലാ ദിവസവും പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വേഗം ഓടിച്ചു വിടും. നമ്മൾ ഇന്നലെയും കൂടി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നമ്മൾ നമ്പേഴ്സിനൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ ആവശ്യം കാണിക്കുന്ന എന്താണ് നിയമങ്ങളാണ് നമ്മൾ ന്യൂമറിക് സിസ്റ്റത്തിൽ പറയുന്നത്. ആ നിയമങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ സംഖ്യകളെയും റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. അതാണ് സംഖ്യാവ്യവസ്ഥ. അല്ലെങ്കിൽ പറയുന്നത് ഒരു സംഖ്യയെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളും ഗണിത നിയമങ്ങളും, അതായത് മാത്സിലത്തെ നിയമങ്ങളും ഉള്ള ഒരു സമുച്ചയമാണ് നമ്മുടെ ന്യൂമറിക് സിസ്റ്റം എന്ന് പറഞ്ഞത്. അത് വെച്ചിട്ട് നമുക്ക് 2 സിസ്റ്റം ഉണ്ട്. ഇന്ത്യൻ സിസ്റ്റം ഉണ്ട്, ഇന്റർനാഷണൽ സിസ്റ്റം ഉണ്ട്. നമ്മൾ നെയിം ചെയ്യാൻ പഠിച്ചു. ഏതൊക്കെ പഠിച്ചേ? 3 ഡിജിറ്റ് നമ്പർ അല്ലേ. 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ അതിന് ഏതൊക്കെ സ്ഥാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. 1s ഉണ്ട്, 10s ഉണ്ട്, 100s ഉണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ആദ്യം കിടക്കുന്ന ആ നമ്പറിന്റെ കൂടെ 100 എന്ന് ചേർത്തിട്ട് അങ്ങോട്ട് തുടങ്ങാം. വേറൊരു പ്രശ്നമില്ല. 3 ഡിജിറ്റ് വരുന്ന 4 ഡിജിറ്റ് വരെ നമുക്ക് ഒരു പ്രശ്നമില്ല. ഫസ്റ്റ് കിടക്കുന്ന നമ്പർ ഏതാണോ 3 ഡിജിറ്റ് ആണെങ്കിൽ അതിന്റെ കൂടെ 100. ഇപ്പൊ 275 275 അല്ലെങ്കിൽ 275. ഇത്രയല്ലേ ഉള്ളൂ. എളുപ്പല്ലേ? ഓക്കെ. 4 ഡിജിറ്റ് ആണെങ്കിലോ എത്ര സ്ഥാനങ്ങളുണ്ട്? ഒറ്റ, 10, 100, 1000. അപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത് 1000 ആണ് അല്ലേ. അപ്പൊ 1000 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം കിടക്കുന്ന സംഖ്യയുടെ കൂടെ 1000 എന്ന് തുടങ്ങുക. അപ്പൊ ഇവിടെ 8275 ആണ്. അപ്പൊ 8275. 8000
275. മനസ്സിലായല്ലോ? അങ്ങനെയാണ് നമ്മൾ 4 ഡിജിറ്റ് വരെ ഉള്ളതിനെ നെയിം ചെയ്തത്. ഇനി വരുന്നത് എത്രയാ? 5 ഡിജിറ്റ്. 5 ഡിജിറ്റ് എഴുതുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അവിടെ ഫസ്റ്റത്തെ ഒരു സംഖ്യേനെ അല്ല നമ്മൾ 1000 ആയിട്ട് കൂട്ടേണ്ടത്, 2 സംഖ്യേനെ ഒരുമിച്ചായിട്ടാണ് അതിന്റെ കൂടെയാണ് 1000 ചേർക്കേണ്ടത്. ഫസ്റ്റ് കിടക്കുന്ന 2 സംഖ്യ 4, 3 ആണെങ്കിൽ 43,000 എപ്പോ? 5 ഡിജിറ്റ് ആണെങ്കിൽ മാത്രം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്പറുകളെ എണ്ണി നോക്കുക അല്ലെ? അതാണ് ആദ്യം ചെയ്യേണ്ടത്. എണ്ണി നോക്കുക. എണ്ണി നോക്കിയിട്ട് കറക്റ്റ് 5 ആണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ സ്ഥാനം 10,000 ആണ്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന ഒരു നമ്പറിന്റെ കൂടെയല്ല 1000 എന്ന് ചേർക്കേണ്ടത്, 2 നമ്പറിന്റെ കൂടെയാണ്. 10,000 എന്ന് പറഞ്ഞാൽ 2000 അത്, അതായത് 10 തൊട്ട് അങ്ങോട്ട് 10,000, 11,000, 12,000 അങ്ങനെയാണ് വരുന്നത്. മനസ്സിലായല്ലോ? അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ ഡിസ്കസ് ചെയ്ത് കുറെ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇനി ആർക്കെങ്കിലും അതിനെപ്പറ്റി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? 5 ഡിജിറ്റ് നമ്പറിനൊക്കെ ചെയ്യാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ വേഗം ഒരു തംസ് അപ്പ് ഇട്ടേ, വേഗം ഇട്ടോളൂ. ഇനി ഇതെന്നെ പറയുന്നതിന് മുന്നേ എനിക്ക് പുതിയതായിട്ടുള്ള ആൾക്കാരുടെ പേരൊന്ന് വേണം. ഇപ്പോ ഈ കവിത ബിനു PS എന്ന് പറയുന്ന ആളൊന്ന് പേര് പറയണം കേട്ടോ. അതുപോലെ ശരണ്യ സുഖിനേഷ്, ബാക്കി കുറച്ച് പേരുടെയൊക്കെ പേര് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, ഓക്കെ. സോ യെസ്, ഇപ്പൊ പേരൊന്ന് പറയാ. കവിത, ബിനു ആൻഡ് ശരണ്യ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഒന്ന് പേര് പറയാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ പുതിയതായിട്ട് വന്നതാണ്. ദാ തംസ് അപ്പ് ഇട്, മറക്കല്ലേ, എന്നാലേ എനിക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് ഇതുവരെ എല്ലാതും ക്ലിയർ ആയിന്ന്. യെസ്, നല്ല ആക്റ്റീവ് ആയിട്ടിട്ടെ. ശ്രീലക്ഷ്മി എന്ന പേരുള്ള ആളുടെ നെയിം ശ്രീലക്ഷ്മി തന്നെയാണോ? യെസ്, നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും തംസ് അപ്പ് ഒക്കെ ഇടുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഒന്ന് വേഗം ആക്റ്റീവ് ആയിക്കോളോ. യെസ്, ആരോഹ എല്ലാവരും ഇടുന്നുണ്ട്. വെരി ഗുഡ്. പേരൊന്ന് പറയണം കേട്ടോ. കവിത, ബിനു ആൻഡ് ശരണ്യ, ദെൻ ശ്രീലക്ഷ്മി എന്ന് ഈ പേരൊക്കെ ഞാൻ വിളിക്കുന്നത് എനിക്ക് ഇവിടെ കാണുന്ന പേരുകളാണ്. നിങ്ങളുടെ കുട്ടികളുടെ പേര് തന്നെയാണോ എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. യെസ്, എല്ലാവരും ദാ വലിയ യെസ് വലിയ തംസ് അപ്പ് ഒക്കെ ഇടുന്നുണ്ട്. വെരി ഗുഡ്. അവനി കൃഷ്ണ ഈ ഇതിൽ നിന്നല്ലല്ലോ കേറാറ്. അവനി കൃഷ്ണ പഴയ ആളല്ലേ അല്ലേ? പുതിയ ആളാണോ അവനി കൃഷ്ണ? അതുപോലെ അഖില നായർ, അവരൊക്കെ ഒന്ന് പേര് പറയണം കേട്ടോ. നിങ്ങൾ ഓൾറെഡി കയറുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നിങ്ങൾ ഇന്നലെ കയറിയ ചിലപ്പോൾ ഒരാൾ ദിവസം അച്ഛൻ്റെ കയറും, പിറ്റേ ദിവസം അമ്മയുടെ കയറും. അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. യെസ്, ശ്രീലക്ഷ്മി, അഭിനന്ദ്, എനിക്കത് കിട്ടി. അവിനാഷ് എന്ന് പേരുള്ളത് ആരായിരുന്നു? ദെൻ അമ്മാളൂസ് വ്ലോഗ്, അതൊക്കെ ഒന്ന് വേഗം പറയാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും എനിക്ക് ഇന്നൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. താങ്ക് യു. സൂപ്പർ ക്ലാസ് എന്ന് പറഞ്ഞ ആൾക്കൊക്കെ താങ്ക് യു. യെസ്, ന്യൂ ആണ്. ശരണ്യ തന്നെയാണോ പേര് വരുന്നത്? ഓക്കെ. പിന്നെ ആരെങ്കിലും പുതിയതായിട്ടുണ്ട് പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ ഒന്ന് പറയണം കേട്ടോ. യെസ്, അപ്പൊ 5 ഡിജിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മാളൂസ് വ്ലോഗ് എന്ന് പറഞ്ഞ ആളുടെ പേരും കൂടെ ഒന്ന് പറയണം കേട്ടോ. ദെൻ 5 ഡിജിറ്റ് കഴിഞ്ഞാൽ പിന്നെ 6 ഡിജിറ്റ്. അതിനെ നമ്മൾ എന്താ പറഞ്ഞേ? ഫസ്റ്റ് കിടക്കുന്ന സംഖ്യയുടെ കൂടെ ലാക്ക് എന്ന് ചേർക്കുക. ബാക്കി 5ഉം നേരത്തെ ചെയ്ത പോലെ തന്നെ 2 നമ്പറിന്റെ കൂടെ 1000 ചേർത്തിട്ട് അങ്ങോട്ട് എഴുതുക. 6 ഡിജിറ്റ് ആണെങ്കിലോ 7 ഡിജിറ്റ് ആണെങ്കിലോ ഫസ്റ്റത്തെ 2 നമ്പറിന്റെ കൂടെ ലാക്ക് എന്ന് ചേർക്കുക. അല്ലെ, 7 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ് അല്ലെ വലിയ സ്ഥാനം. ഫസ്റ്റത്തെ 2 നമ്പറിന്റെ കൂടെ ലാക്ക് എന്ന് ചേർക്കുന്നു. അപ്പൊ ആദ്യം കിടക്കുന്നത് 1, 2 ആണെങ്കിൽ 12 ലാക്ക്. മനസ്സിലായല്ലോ? ഇനി 8 ഡിജിറ്റ് വന്നാലോ? യെസ്, ആവണി. യെസ്, അതാണ് ഞാൻ ചോദിച്ചത്. ആവണി പുതിയ ആവണിയാണോ അതോ പഴയ ആവണിയാണോ? അവനി കൃഷ്ണ. യെസ്, അപ്പോ 6 ഡിജിറ്റ് കഴിഞ്ഞു, 7 ഡിജിറ്റ് കഴിഞ്ഞു. 8 ഡിജിറ്റ് വന്നാലോ? കോടികളുടെ കളിയാണ് അല്ലെ. 8 ഡിജിറ്റ് വന്നാല്, 8 ഡിജിറ്റ് ഒക്കെ വന്നാൽ പിന്നെ നമ്മൾ വലിയ ആൾക്കാരായി. കോടികളുടെ കളിയാ, ക്രോസ് ആണ്. 8ാമത്തെ സ്ഥാനം വന്നാൽ അത് കോടിയാണ്, ക്രോർ. അപ്പൊ 8ാമത്തെ സ്ഥാനം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ടേ? ഫസ്റ്റ് കിടക്കുന്ന നമ്പറിന്റെ കൂടെ ക്രോർ എന്ന് ചേർക്കണം. ക്രോർ, കോടി. റൈറ്റ്?
യെസ്, ശ്രീഹരി ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ അത്രയാണല്ലേ നമ്മൾ പഠിച്ചത്. യെസ്, അത്രയാണ് നമ്മളപ്പോ ഇതുവരെ പഠിച്ചത്, കോടി വരെ ചെയ്യാൻ. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തും കൂടി പഠിച്ചു. യെസ്, പുതിയ അവനിയാണ്. ഓക്കെ, ഗുഡ്. എന്തും കൂടി പഠിച്ചു നമ്മള്? വേർഡ്സിൽ തന്നാൽ അതിനെ എന്താക്കാൻ പഠിച്ചു? നമ്പർ ആക്കി മാറ്റാനും പഠിച്ചു. അത് നിങ്ങൾക്ക് കമ്പാരേറ്റീവ്ലി എളുപ്പമാണ്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ 5 ക്ലാസ്സുകളും കൊണ്ട് പഠിച്ച സാധനങ്ങൾ. ഞാൻ 5 ക്ലാസ് കൊണ്ട് പഠിപ്പിച്ച സാധനം എന്തേ ഞാൻ 1 ക്ലാസ് കൊണ്ട് പഠിപ്പിച്ചു. കാരണം എന്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നല്ല കുട്ടികളായിട്ട് പെട്ടെന്ന് ഉത്തരമൊക്കെ പറഞ്ഞു. യെസ്, അവിനാഷ് ഈസ് ശ്രീഭദ്ര. യെസ്, ഗോട്ട് ഇറ്റ്. യെസ്, താങ്ക് യു. അപ്പോ എല്ലാവർക്കും ക്ലാസ് ഒക്കെ ഇഷ്ടായോ? എല്ലാവർക്കും ഇന്ന് എടുത്ത കാര്യങ്ങളൊക്കെ? യെസ്, ഹൃദിക് ആണ് അല്ലെ? ഓക്കെ, ഗുഡ്. യെസ്, താങ്ക് യു ഹൃദിക്. ഹൃദിക് പഴയ ഹൃദിക് ആണോ അതോ പുതിയ ഹൃദിക് ആണോ? കാരണം ഇന്നലെ വേറെ ഒരു മെയിൽ ഐ ഡിന്നാണ് ജോയിൻ ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്ലാസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടായോ? മനസ്സിലായോ? നമ്മൾ ഇനി അടുത്ത ക്ലാസ് തൊട്ട് പുതിയ ടോപ്പിക് ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ നമ്മൾ നെയിം, നമ്പേഴ്സ് തന്നാൽ നെയിം ചെയ്യാനും അതിനെ നെയിം വേർഡ്സിൽ തന്നാൽ നമ്പർ ആക്കാനും ഒക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലെ? അപ്പൊ ഇനി എന്താണ് ഞാൻ പറഞ്ഞത്? കവിത, അഭിനു ഈസ് അഭിത. അഭിത ഈസ് ന്യൂ സ്റ്റുഡന്റ്, റൈറ്റ്? റൈറ്റ്, ഓക്കെ. യെസ്, ഗോട്ട് ഇറ്റ്. ഹൃദയക്ക് പേര് കിട്ടി കേട്ടോ. നൗ ക്ലാസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പൊ നമ്മൾ റിവിഷൻ കഴിഞ്ഞു. റിവിഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം അല്ലെ? റിവിഷൻ കഴിയുന്നതിന് മുന്നും പഠിക്കണം. എന്നാലും റിവിഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ പഠിക്കാണ്ടിരിക്കുന്നത് ശരിയാണോ? അല്ല. അപ്പൊ ഇനി നമുക്ക് അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഇനി ആരും എനിക്ക് ക്ലാസ് മിസ്സായി എന്ന് എന്നോട് പറയരുത്. കാരണം എന്താ? മിസ്സായിട്ടൊന്നുമില്ല. എല്ലാ ക്ലാസ്സിന്റെയും വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാസ്സും മിസ്സാവില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. അപ്പൊ ഇനി അന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, മിസ്സായി പോയല്ലോ, മിസ്സായി അങ്ങനെ പറയരുത് കേട്ടോ ആരും. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് ഒരു 1 വീക്ക് ഉണ്ട് ഇനി ഗ്യാപ്പ് ഇടയിൽ. അപ്പൊ വീഡിയോസ് ഇരുന്ന് കാണുക. അപ്പൊ നിങ്ങൾക്ക് ഒന്നും മിസ്സാവില്ല. ഓക്കെ, യെസ്. ഓക്കെ, സോ ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കമന്റ് ബോക്സിൽ നിങ്ങൾ തമ്മിൽ മെസ്സേജ് അയക്കരുത് കേട്ടോ, പ്ലീസ്. കാരണം അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ബാക്കി കുട്ടികളും കൂടെ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോ നമുക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ക്ലാസ് ഇനി ഇത് നമ്മുടെ കമന്റ് ബോക്സ് ത്രൂ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ഒരു ഇന്ററാക്ഷൻ. അതുകൊണ്ടാണ്. ഓക്കെ, സോ അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഒക്കെ നല്ല ഇഷ്ടമായി വിചാരിക്കുന്നു. നമ്മുടെ അപ്പൊ 5 ക്ലാസ്സും കഴിഞ്ഞു, റിവിഷനും കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എപ്പോഴും കൂടെ പഠിച്ചു പോകുക. കാരണം നമുക്ക് ടെസ്റ്റ്സ് ഒക്കെ ഇടും, നമ്മൾ എക്സാംസ് ഒക്കെ ഇടും. അപ്പൊ എക്സാംസ് ഒക്കെ ഇടുമ്പോൾ അതിന്റെ കൂടെ എല്ലാവരും പോകണം. അപ്പൊ ഈ ഒരു ബുധനാഴ്ചയ്ക്ക് മുന്നായിട്ട് തന്നെ എല്ലാവരും വീഡിയോസ് ഒക്കെ കണ്ടു തീർക്കണം. മനസ്സിലായല്ലോ? ഇനി ആരെങ്കിലും വീഡിയോ കാണാനോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒക്കെ മറന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു മടിയും കൂടാണ്ട് വീഡിയോസ് ഇരുന്ന് കാണുക ആൻഡ് പഠിക്കുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി വയ്ക്കുക. പരീക്ഷ ഇടാം കേട്ടോ. പരീക്ഷയ്ക്ക് ഇടുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി ടോപ്പിക് എടുത്തിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആയിട്ട് പരീക്ഷ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പോ ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത വീക്ക് കാണാം. അപ്പൊ എന്തൊക്കെയാ നിങ്ങൾക്ക് തന്നിട്ടുള്ള വർക്ക്സ്? ഞാൻ വീഡിയോസ് കാണണം, പിന്നെ അതിലുള്ള പറഞ്ഞ പോലുള്ള ട്രിക്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നോട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിലുള്ള ഹോംവർക്കുകളൊക്കെ ചെയ്യണം. ഓക്കെ, സോ ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പൊ ഇനി ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഡിസ്കസ് ചെയ്യാം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കിയിട്ട് വരണം. ഓക്കെ, ഓക്കെ. സോ ഓൾഡ് ഹൃദിക് ആണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. നൗ സോ നമ്മുടെ ക്ലാസ്സിന്റെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. റിവിഷൻ ക്ലാസ് എല്ലാവർക്കും എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കണം. താങ്ക് യു എവ്രിവൺ. ബൈ, ഗുഡ് നൈറ്റ്.